ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിംഖാന ബോയ്സ് ആണ്. എന്നെ വിളിച്ചിരുന്നു റീംക. ഏത് റോളിലേക്കല്ല, ഈ പടത്തിൽ നീ ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റും. പടം കണ്ടിട്ട് ഭയങ്കര അഡ്രലനായി. എനിക്ക് നസ്ലിനെ പറ്റി നിങ്ങളോട് ചോദിക്കുന്നത്. നസ്ലിന്റെ ഒരു ക്യാമറാഡറി ഉണ്ടല്ലോ, വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാൻ അജിത്തേട്ടന്റെ കൂടെയാണ്. പൃഥ്വിരാജിന്റെ ഒക്കെ ട്രെയിനർ ആയിരുന്നു പുള്ളി. അല്ല രാജുവേട്ടന്റെ ട്രെയിനർ. അല്ല ഞാനത് 2 വർഷമായില്ലേ ഇപ്പൊ മഞ്ഞുമല്ല് ഗ്യാപ്പില് മഞ്ഞുമേൽ എടുത്തിരുന്നേ. ചെന്നൈയില് നമ്മളെ SRM കോളേജിൽ ഇനോഗ്രേഷൻ ആയപ്പോഴത്തേക്ക് നമുക്ക് പാർക്കിലായിരുന്നു ഹോട്ടൽ. അപ്പം നമ്മളെല്ലാവരും വരികയായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ബെഡ്റൂമിൽ വെൽക്കം മഞ്ഞുമൽ ബോയ്സ് അപ്പോഴത്തേക്ക് നസൽ ഇതല്ല ഞാൻ പ്രേമനും ഞങ്ങൾക്ക് നിന്നോടും ഒരു മടിയും കൂടാതെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ പിന്നെ ചന്തു നമ്മുടെ ആങ്കറായിട്ട് നിൽക്കുന്നത് റഹ്മാനിക്കാണ് പറഞ്ഞത്. ആ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷന്റെ പുറത്താണ് ചന്തു നമുക്ക് വേണ്ടി ചെയ്തത്. ഞാൻ കാശിന് വേണ്ടി ചെയ്തതല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അപ്പോൾ മാന്യപ്രേക്ഷകർക്ക് വെറൈറ്റി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിംഖാന ബോയ്സ് ആണ്. അപ്പൊ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പയ്യെ കിടക്കാം. അപ്പൊ ഇനി കുറെ കട്ട്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെ ഏതാ വീണ്ടും തിരിച്ചു വരും. തിരിച്ചു കുറെ കട്ട്സ് ഉണ്ടാവും, മനസ്സിലായില്ല അല്ലേ? ഇല്ല ഇല്ല, ഇത് ഇൻട്രോ ഇത് കട്ട് ചെയ്തോ. ബാക്കി നമുക്ക് ഇത് ചെയ്യാം. പരിപാടി കുറച്ചല്ലേ തുടങ്ങിക്കൂടാ. എന്ത് ചോദിക്കണം ഞാൻ? അതാ ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ചോദിക്കാനത്? എത്ര മാസം പള്ളയിലുണ്ട് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാൻ പറ്റില്ല. ജിംഖാനെ കുറിച്ചിട്ട് ചോദിക്കാന്നുള്ളതാണ്. അത് ചോദിക്കാനാണ് വന്നേക്കണം. എന്റെ റീംക്ക് പറഞ്ഞ ഞാനും ഒരു പടി ഉണ്ടാവട്ടോ. അത് മിക്കാറുണ്ടാവത് മേബി. ആ മൈക്ക് ഊരി പറഞ്ഞിട്ട് പോണോ ഞാൻ? അയ്യോ ആദ്യം അത് പറയാം നമുക്ക്. ജിംഖാന രാവിലെ ഞാൻ ജിംഖാന കാണാൻ പോയി. അതൊരു ഖാലിദ് റഹ്മാൻ മാസ് പടം തന്നെ പറയാം. ഞാൻ ടിക്കറ്റ് ഇല്ലാത്ത ഒരവസ്ഥ വരെ ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു. ഞാനും ഡയറക്ടർ ചിദംബരം ഒക്കെ നിലത്തിരുന്നാണ് സിനിമ കണ്ടത്. അത് ഞങ്ങളുടെ അണ്ണന്റെ പടമായതുകൊണ്ട് നമ്മളതങ്ങനെ സഹിച്ചിരുന്ന് കണ്ടു. നിലത്തിരുന്നവരെ നമ്മളത് കണ്ടു. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം നമുക്ക് അണ്ണനിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഗുരുവാണ് എന്നെ സിനിമയിലേക്ക് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഗുരുദക്ഷിണ വെച്ചിട്ട് തന്നെ തുടങ്ങണമല്ലോ. അപ്പൊ ആദ്യം അണ്ണനിൽ നിന്ന് തുടങ്ങാം. ദീപകേട്ടാ പറയും ജിംഖാനെ കുറിച്ച് പറ. ജിംഖാനെ കുറിച്ച് എന്താ പറയണ്ടത്? നമുക്ക് കുറെ സ്ഥലത്ത് പറഞ്ഞാണ് നമ്മളെല്ലാരും എന്താ പറയണ്ടത്. ഇത് ഖാലിദ് റഹ്മാൻ പടമാണ്. ജിംഷി ഖാലിദാണ് അതിന്റെ ക്യാമറ. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് വിഷ്ണു വിജയ്, വിഷ്ണു ഗോവിന്ദ്, മഷർ ഹംസ, അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ട് ക്ഷമിക്കണം. ഒരുപാട് അങ്ങനെ ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സെക്ഷൻ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പണിയെടുത്തൊരു സിനിമയാണ്. എസ്പെഷ്യലി ആർട്ടിസ്റ്റുകൾ ഒരു 6 മാസം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ജാനിൽ തൊട്ട് തുടങ്ങി. എനിക്കൊന്ന് മഞ്ഞുമൽ ഇറങ്ങുന്നതിന് മുമ്പാണ് നമുക്ക് കോൾ വരുന്നത്. അപ്പോൾ മഞ്ഞുമലിൻ്റെ വിജയത്തിൻ്റെ ടൈമിൽ പോലും നമ്മൾ ഇതിൻ്റെ പരിപാടിയിലായിരുന്നു. ആ സമയത്താണ് പ്രേമലും ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടൊരു ഹാപ്പി ടൈമായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല പണിയെടുത്ത ആൾക്കാരാണ്, നല്ല കരുത്തിട്ട പ്രവർത്തകരാണ്. എന്നെ വിളിച്ചിരുന്നു റീംക. ഏത് റോളിലേക്കല്ല, ഈ പടത്തിൽ നീ ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റും. ഞാൻ ഒരുപാട് അങ്ങോട്ട് വിളിച്ചു. പുള്ളി വിളിച്ചു ഇതിൽ നീ ഇല്ല, വെറുതെ മെസ്സേജ് അയച്ച് ഫോൺ വിളിച്ച സമയങ്ങളല്ല. അത് പണ്ട് നമ്മൾക്ക് മറ്റേ ജിമ്മിലൊരു പരിപാടി ഉണ്ട്. അതായത് ചന്തു ഫസ്റ്റ് നമ്മുടെ മഞ്ഞുമല്ല റോപ്പ് ആദ്യ ദിവസം തന്നെ വലിച്ചിട്ട് തലയിറങ്ങി വീണ്. അപ്പൊ എല്ലാരും ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ജിമ്മില് പിന്നെ നമ്മുടെ തലയിറങ്ങുമ്പോൾ ചന്തു പിടിക്കണം, ചെറുതായിട്ട് ചന്തു പിടിക്കണം. അപ്പൊ അതൊരു ടേമായി. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പിടിക്കാൻ.
കാർത്തി ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയോ? കാർത്തി ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ ഫീൽഡിലോട്ട് വന്ന് ഒരു പടത്തില്ല. കാർത്തിന് ഫസ്റ്റ് പടം അറിയില്ലേ? നല്ല പടമാണ്. നമ്മള് പോയി കണ്ട ആലപ്പുഴയുള്ള സമയത്താണത് അല്ലേ? അതെ. കാർത്തി ഇടിയൻ ജന്തുവിന് ശേഷം ജിംഖാനയിലേക്ക് വരുമ്പോ ഒരു ശക്തനായ വില്ലനെ നീ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ജിംഖാന വിശേഷം പറ. ഇത് രണ്ടാമത്തെ പടമാണ്. അവിടെ വേറെ ഗ്യാങ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലാത്തോണ്ടാട്ടോ ഇത് രണ്ട് ഗ്യാങ്. ഞാൻ സ്ട്രോങ് പിടിക്കണം. നീ പറ. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ വേറൊരു തുടക്കം, ലൈഫിൽ തന്നെ ഒരു തുടക്കം പോലെ വേറൊരു ചാപ്റ്റർ തുടങ്ങിയ പോലെ ഇവരുടെ കൂടെ വന്നു. ട്രെയിൻ ചെയ്തതും സിനിമ ചെയ്തതും വ്യത്യാസമായിട്ട് തോന്നിയില്ല. രണ്ടും ഒരേപോലെ ഫൺ റൈഡായിരുന്നു. രണ്ടും ഒരേപോലെ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർത്തു. അതിന് റിസൾട്ട് കാത്തിരിക്കുന്നു, ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഹാപ്പിയാണ്. പടം കണ്ടിട്ട് ഭയങ്കര അഡ്രലനായി. പഠിച്ചു വെച്ചിരുന്ന ഇവിടെ പോയി റഷ് വന്നു നിനക്ക്. അല്ല അതെനിക്കും കിട്ടിയത് അവസാനം. അത് സെറ്റായിരുന്നു. നീ ഭയങ്കര അടിപൊളിയായിരുന്നു പടത്തില്. നസ്ലിലേക്ക് വരാറുണ്ട്. എനിക്ക് നസ്ലിനെ പറ്റി നിങ്ങളോട് ചോദിക്കുന്നത്, നസ്ലിന്റെ ഒരു കമറാഡറി ഉണ്ടല്ലോ. ക്യാമറ ഓക്കെ, അതല്ല കമറാഡറി. അത് മറ്റേത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഉള്ള മറ്റേ റാപ്പോ. ചോദ്യം ഒന്നും പഠിച്ചില്ല. ഇന്നലെ പറഞ്ഞിട്ട് ഇന്ന് ഇന്റർവ്യൂ എന്താണ് ഞാൻ ആദ്യമായിട്ടല്ലടാ. കമറാഡറി കാണിച്ചില്ലേ? അല്ല ഇതില് ആരും അങ്ങനെ തന്നെ എന്താ ഇതില് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇതില് ചെയ്യുന്നത് ലുക്കുമാണ്, ഗണപതിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലോ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത് അല്ലെങ്കിൽ സിനിമ ആർട്ടിസ്റ്റ് സ്റ്റാർസ് ആണ് എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാങ് കൂടി ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നു. ഒരു കലോത്സവം അല്ലെങ്കിൽ ഒരു കലോത്സവത്തിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അത്രയും ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അതിന്റെ പ്രീ ആയിക്കോട്ടെ, പോസ്റ്റ് ഷൂട്ട് ആയിക്കോട്ടെ, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എല്ലാം വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പെഷ്യലാണ് ഈ സിനിമ. അത് എടുത്ത തീരുമാനങ്ങളും എടുത്ത എഫേർട്ടും എല്ലാം നല്ലൊരു റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. സത്യം പറ. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് മറ്റേ പേപ്പർ കെട്ടിയായിരുന്നു തിയേറ്ററിൽ അറിയാൻ വേണ്ടിട്ട്. സത്യമായിട്ട് ബേബി ഞാൻ കട്ടിയതോളൊന്നു കാച്ചല്ലേ കാച്ചെന്നാ ഞാൻ നന്ദി കാണിക്കോളൂ. അണ്ണ പൈസ അണ്ണൻ ജീപ്പയാണ്. ജീപ്പേ ഗണപതി ജീപ്പേ എന്നാണ് പേര്. മഞ്ഞുമല്ല് ഫോക്കസ് പുള്ളറിന് ഞാൻ ജീപ്പേ കൊടുക്കാനാണ് ഇവരും എന്നെ പറ്റി പറഞ്ഞ അപരാധം. അത് ഗണുവിന് മാത്രം ഫോക്കസ് ഉണ്ടാവുള്ളൂ. 12 പേരുണ്ടല്ലോ. ആരെ ഫോക്കസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഗണപതി ജീപ്പേ. അടുത്ത ചോദ്യം ചോദിച്ചോ. ആന്റണി ജോഷുവ, ബേബിജിയും DJ ബേബിനോട് എന്ത് ചോദിക്കണം? എനിക്ക് എന്ത് ചോദിച്ചോ ഞാനവിടെ ഇരിക്കട്ടെ. ബേബി പറ. ശരിയാവില്ല. ബേബിക്കൊരു ബേബിജിന്ന് തുടക്കക്കാരൻ ഞാൻ ചോദിക്കട്ടെ. ബേബി ഒരു തുടക്കക്കാരൻ സിനിമയിൽ. എനിക്ക് പൈസ ഒന്നും തന്നെയില്ലല്ലോ ചോദിക്കാനായിട്ട്. അല്ല എനിക്ക് ഞാൻ സിനിമ കണ്ടപ്പോ എനിക്ക് ബേബിയുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേബിയുടെ മാനേഴ്സും പരിപാടിയൊക്കെ ബേബിന്നേക്കാളും വളരെ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ ബേബി സിനിമയിൽ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിനെ പറയുമ്പോൾ ഭയങ്കര വലിയ ടഫ് ചോദ്യം ആയിട്ടുണ്ട്. എങ്ങനെയാണ് നീ ഇതിനെ അപ്രോച്ച് ചെയ്തത്? ഈ ഇങ്ങനെ DJ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് നിനക്കൊരു ചിലപ്പോ ഒരു മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ലൈക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിലുണ്ടായിരുന്നോ? അല്ല യു സിംപ്ലി ഡു ഇറ്റ്?
ചോദ്യം വന്നില്ലേ? മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചാൽ പോരായിരുന്നോ? അല്ലടാ അല്ല അങ്ങനെ നമ്മള് അതല്ലൂട്ടോ മോനെ എവിടെയാണ് interview? അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മള് ഭയങ്കര തലേ ദിവസം അതുവരെ ടീമിനെ കാണുന്ന വരെ ഒരു ഉൾഭയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര പടം എന്താന്ന് അറിയില്ല പരിപാടി. ഇതിപ്പോ ഏകദേശം തലേ ദിവസം എല്ലാരെയും മീറ്റ് ചെയ്ത് നമ്മളെല്ലാരും കടകൂടെ മാറ്റി ടീം പരിപാടി അതെ എല്ലാരും ആ ഒരു അപ്രോച്ചില് എല്ലാരും ഓക്കെയാണ്. എല്ലാരും റോ പരിപാടിയാണ് എല്ലാരും ഔട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായില്ലടാ. നല്ല രീതിക്ക് കണ്ട് ചെയ്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കും. അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്രതീക്ഷകളൊന്നും ഇല്ലാതെ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റി. പക്ഷെ തുടക്കാരൻ നല്ലൊരു പേടി ചിത്രജില്ലയിൽ മറ്റൊരു ഞാൻ രാവിലെ മുതൽ കേൾക്കണ പേരാണ് ഷിഫാസ് അഹമ്മദ് എന്ന് പറഞ്ഞത്. അത് ഞാൻ തിയേറ്ററിൽ വെച്ച് ഒരുപാട് കേട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ഞാനാ ചെയ്യുന്ന ഇവന്റെ ചെവിയിലൊന്ന് പറഞ്ഞോണ്ടിരിക്കുക ഷിഫാസ് അഹമ്മദ് ഇടക്ക് പറയണേ നീ പറയുന്നു. അതൊക്കെ അത് ഷിഫു അവരിലേക്ക് നമുക്ക് വരാം. നിന്നെ പറ്റി അടിപൊളിയാടാ. അല്ല എനിക്ക് ഇവനെ പണ്ട് പോലെ അറിയാം. ആ പണ്ടെന്ന് വെച്ചാ ഇതിന്റെ മറ്റേ 10ാമത്തെ ഷോർട്ട് ഫിലിം ഇല്ലേ, 10ാമത്തെ ഷോർട്ട് ഫിലിം അതെ പേരെന്തായിരുന്നു? അതെ സ്കൂൾ പയ്യന്റെ ശാന്തി മുഹൂർത്തം. അത് ഇവന്റെ ഫസ്റ്റ് 10ഓളം ഷോർട്ട് ഫിലിം ചെയ്ത് 10ാമത്തെ ഷോർട്ട് ഫിലിം വൈറലാണ്. അത്രയും അത് ഭയങ്കര സംഭവമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന. പിന്നെ അപ്പൊ കാണാതെ പിന്നെ ഇപ്പിരുന്ന് കാണാൻ എനിക്ക് അതിനുവേണ്ടി പഠിച്ച് നോക്കി വന്നാണ്. നീ പറ നിന്റെ ക്യാരക്ടർ ഷിഫാസ് അഹമ്മദിന്റെ റിസപ്ഷൻ. ഇപ്പൊ ആളുകള് നീ ഒരുപാട് ഫോൺ ചെയ്യുന്നുണ്ടോ? ആൾക്കാർ കോളുകൾ വരുന്നുണ്ട്. അങ്ങനെയല്ല, ഷിഫാസ് അഹമ്മദ് പറയുന്ന അതല്ലേ റിസപ്ഷൻ പറ്റി പറ. ആൾക്കാര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഇതുവരെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്നുണ്ട്. ഫണ്ടും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെന്നാണ് ഇതുവരെ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. അതിൽ തന്നെ ഭയങ്കര സന്തോഷം. അതാണ് ഷിഫാസ് അഹമ്മദിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു ബ്രേക്കിനെ പറ്റിയിട്ടുള്ളൊരു സംഭവം പറ. ബ്രേക്ക് ഉറപ്പായിട്ട് നിനക്കൊരു ബ്രേക്കാണ്. അതെ അതെ അതെ. ഈ എന്താ പറയാ, ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഇതുവരെ. ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം ഫാലുമി ചെയ്തതാണെങ്കിലും അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഷിഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ഇനി മുന്നോട്ട് ഞാൻ എത്ര സിനിമ ചെയ്താലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് മെയിൻലി ഇത്രയും പേര് ഉള്ള ഒരു ടീമും ഇപ്പം ലുക്കാണെങ്കിലും നസ്ലാണെങ്കിലും എല്ലാവരും അത്രയും കൊളാബറേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് സിനിമയുടെ ഉള്ളിലും പുറത്തും ഈക്വലായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് പടത്തിൻ്റെ കെമിസ്ട്രിയിലെല്ലാം സക്സസ് കിട്ടിയാണ്. ഇപ്പോൾ ഷിഫാസ് അഹമ്മദ് എന്നുള്ള ക്യാരക്ടർ വർക്കായതും ആ ഒരു കെമിസ്ട്രി കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്നും ആയിരിക്കും ആലപ്പുഴ ജിംഖാനയും ഷിഫാസ് അഹമ്മദ് എന്നുള്ളൊരു ക്യാരക്ടർ. ഇനി അടുത്ത് നമുക്ക് $1 million ബേബിയിലേക്ക് പോകാല്ലേ? അവരിലേക്ക് വരും ഞാൻ. അവർക്ക് ചോദ്യം റെഡിയാ. അറിയില്ല അറിയില്ല എന്നെ കൂടി ചോദിപ്പിച്ചാണ് വന്നിട്ട് തുറന്നറിയല്ലേ? അല്ല അവള് ഭയങ്കര ചാടയൊക്കെ ഇട്ടിരിക്കണു, എന്താ ഇഷ്ടപ്പെടാത്ത പോലെ. ഇല്ല കാര്യം ഞാനാണ് അവളുടെ അടുത്ത് പറഞ്ഞത് $1 million ബേബി സജസ്റ്റ് ചെയ്തത് നമ്മുടെ ചന്ദ്ര. നല്ലതായിരുന്നു. ആളുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിനെപ്പറ്റി അത് ആദ്യം നന്ദി പറയണം ഈ ഒരു ഇതില് ഭാഗമാവാൻ കഴിഞ്ഞാല്. $1 million ബേബി നീ അതിനെ ബേസ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ? അല്ല ആ കമന്റിനെ പറ്റിട്ട് ആ ഔട്ട് വന്നു എന്നുള്ളത് അറിയാൻ കേൾക്കുമ്പോൾ ഓഫ്കോഴ്സ് എനിക്കൊക്കെ കുഞ്ഞിലെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്ന ഒരു പടമാണ് $1 million ബേബി. അതിനായിട്ട് റിലേറ്റ് ചെയ്യണോ എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സന്തോഷമാണ്. ട്രെയിനിങ് ആണ് അത്. ഐ സ്ട്രോങ്ലി ബിലീവ് ഇവര് നമ്മുടെ കൂടെ തന്നെ നിന്ന് ആ ഔട്ട് കിട്ടാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്.
ഞാൻ എക്സ്പീരിയൻസ് അല്ലല്ല അവന് ചോദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ എല്ലായിടത്തും പോയി ചോദിച്ചു എന്ത് ചോദ്യം ചോദിക്കണം. അപ്പൊ ആർക്കും ഒരു ഇതില്ല. എന്നോട് ചോദിച്ചില്ല. നിന്നോട് ചോദിച്ചില്ല. നിന്നോട് ചോദ്യം ചോദിക്കണമെന്നല്ലേ പറഞ്ഞത്. എടാ ജാങ്കോ, ഞാൻ ഒരുപാട് സിനിമകള് തണ്ണീർമത്തന് നീയും നസ്ലിനും ഒരുമിച്ചാണ് ഫസ്റ്റ് പടം നിങ്ങൾ ചെയ്യുന്നത്. തണ്ണീർമത്തനാണ്. ശേഷം നീ ഒരുപാട് പടങ്ങൾ ചെയ്തു. ഇപ്പോഴാണ് ഈ ജിങ്കാനയാണ് നിന്റെ ഒരു നെക്സ്റ്റ് ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞൊരു പരിപാടി. തിയേറ്ററിൽ കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പോർഷൻസ് ഒക്കെ ഭയങ്കര, പത്മയിലൊക്കെ ഭയങ്കര ഐഡിയ എന്ന് പറയണേ. കാര്യമുണ്ട്. എല്ലാരും വിളിക്കുമ്പോൾ പറയുന്നുണ്ട് നിന്റെ പോർഷൻസ് ഭയങ്കര വർക്കാണ്, എല്ലാവർക്കും ഭയങ്കര ഐഡിയ കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ബ്രേക്ക് ത്രൂവിനെ പറ്റിയിട്ടുള്ള ഒരു എനിക്കിപ്പോ എന്താ പറയാ, ഞാൻ ഇപ്പൊ ഈ തണ്ണീർമത്തം കഴിഞ്ഞിട്ട് ഇത്ര പടങ്ങൾ എന്റെ 10ാമത്തെ പടമാണത്. അതിൽ എനിക്കൊരു പുതിയ ജീവൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ വരുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും അനുസരിച്ച് എനിക്ക് റഹ്മാനക്ക് തന്നത് വലിയൊരു അവസരമാണ്, പരിപാടിയാണ്. അതിന്റെ സന്തോഷമാണ് മെയിനായിട്ട്. അല്ല മോനെ അങ്ങനല്ലേ? അതങ്ങനല്ലേ? അത്ര ഉള്ളൂ അതിന്റെ ഉത്തരം. അത്രേ ഉള്ളൂ. അവൻ കൊറേ നേരത്തെ കൊറേ ഉത്തരം പറഞ്ഞു. അല്ല, എനിക്ക് ഫ്രാങ്കോനെ പറയാം, പേച്ചിക്കടയത് ആക്ഷൻ മുട്ടുന്ന കടയിൽ. അതായത് സിനിമയിലും കാണുന്നുണ്ട്. ഫ്രാങ്കോ. അതെ, സിനിമയിലും ഫ്രാങ്കോ അധികം സംസാരമൊന്നുമില്ല, പ്രവർത്തിച്ച് കാണിക്കും. ഷോൺ ഒരു മോഡലായിരുന്നല്ലോ അല്ലേ? അതെ അതെ. എന്തായാലും സമ്മതിക്കണം, ചോദിക്കണം, സമ്മതിക്കണം. അങ്ങനെ പറയപ്പെടുന്നു. അല്ല, ആ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നമുക്കൊരു പോസും കാര്യങ്ങളും അങ്ങനത്തെ ഒരു പരിപാടി. അതിൽ നിന്നും ആ ഒരു മൂവ്മെന്റ് കാര്യമുള്ള ആക്ഷൻ എക്സ്പ്രഷൻസ് കാര്യങ്ങളിലേക്കൊക്കെ മോഡൽ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൾഡ് പരിപാടിയൊക്കെ പിടിച്ചിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നതൊക്കെ. ഈ ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ്? എനിക്ക് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമയിലേക്ക് ആവണം, കയറണം എന്നൊക്കെ. പക്ഷേ കുറേ ഓഡിഷൻ ചെയ്ത് കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ മോഡലിംഗ് ട്രൈ ചെയ്തത്. അന്ന് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തപ്പോൾ മെയിൽ അയച്ചു, അങ്ങനെയാണ് ആ ജേണി അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓഡീഷൻസൊക്കെ കിട്ടുമ്പോൾ ഞാൻ സെലക്ട് ആവും, അവസാനമാകുമ്പോൾ ഈ ക്യാരക്ടർ നിങ്ങൾക്ക് സൂട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഈ ഒരു ടീമിൽ എന്നെ കാലെടുത്ത് വയ്ക്കാനും പറ്റിയതും. എന്താ പറയുക, റിലീസായപ്പോൾ ശേഷം ഞാൻ വെരി എക്സൈറ്റഡ്. ലൈക്ക് ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ഫസ്റ്റ് ജേണി തന്നെ ഇതിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു സംഭവം. ഫസ്റ്റ് പടത്തിൽ തന്നെ നോട്ടീസ് ചെയ്യാന്ന് പറഞ്ഞത് ചിലർക്ക് കിട്ടുന്ന ഭാഗ്യത്തിൽ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയും സന്തോഷവും എല്ലാം ഒരുങ്ങിയിട്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ. ശിവ പറകൂട്ട എന്താണ് ചോദിക്കുന്നത്? എന്താ നിന്നോട് ചോദിക്കണ്ടേ? ശിവൻ ഇത്ര സുന്ദരനായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞൊരു കമന്റ് ആണ്, ശിവ ഏറ്റവും ആ പാട്ടിറങ്ങിയില്ലേ ഫസ്റ്റ് എവരിഡേ, അപ്പൊ അതില് കണ്ടപ്പോ ശിവ എന്ത് ഭംഗിയാണ്, ഒരു ഹീറോ ഫേസ് ആണല്ലോ എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഫേക്ക് ഐഡി ഞാൻ തന്നെ അല്ല മെസ്സേജ് അല്ല, എന്നെ നേരിട്ട് പറഞ്ഞു എന്റെ ഒരാള്. അതെ, ഒരു വലിയൊരു ഡയറക്ടറാണ്, ആരെന്നും പറയുന്നില്ല. എന്നിട്ടാണ് നീ മെസ്സേജ് അപ്പൊ ഞാൻ മെസ്സേജ് കാണൂല. ശിവ ഭയങ്കര ചെറുപ്പക്കാരനെ കാണാൻ. പക്ഷെ ശിവക്ക് നമുക്ക് കാണുമ്പോൾ തോന്നില്ല ഫാമിലിയിൽ കുട്ടിയൊക്കെ ഉള്ള ഒരാളാണെന്ന് നമുക്ക് അതായിരുന്നു എന്റെ ചോദ്യം. അല്ല ചോദ്യം അല്ല, അത് ചിരിയുടെ ഇടയിൽ അതങ്ങ് പോയി. ഞാനും സ്ഥിരം പരിപാടി ഒന്നും പഠിച്ചു വന്നല്ലേ ഉള്ളൂ. ആ ഇതിന്റെ ഇടയിൽ നിങ്ങള് ഇതിന്റെ ഇടയിൽ ഈ കൂട്ടത്തിലൊരു കുട്ടിയുള്ളൊരു കൂട്ടത്തില് ഫാമിലി ലൈഫ് ചോദിക്കാൻ പറ്റുന്ന അവൻ പറഞ്ഞ കേസാവോണ്ട് പറഞ്ഞേ, വേറെ കേസ് വരും. ഹാപ്പി പരിപാടിയിൽ ഹാപ്പി. ഞാനിങ്ങനെ എന്താ പറയാ, നസ്ലിനെ എനിക്ക് നേരത്തെ അറിയാം, വേറൊരു പടത്തിന്റെ പരിപാടിയിൽ നേരത്തെ അറിയാം. ബാക്കി എല്ലാവരുടെ കൂടെയും ലുക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ അഭിനയ മോഹികൾക്ക് വൻ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ്. കുറെ കാലം സ്ട്രഗിൾ ചെയ്ത് സിനിമയൊക്കെ ഒരാള്. അപ്പോ ലുക്കിന്റെ കൂടെ പടം തിരിച്ചും അപ്പോ ഭയങ്കര ഹാപ്പി ഇങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ. പിന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയാ, വേറെ ഒരു പരിപാടി ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു പരിപാടിയിൽ പോയി പെട്ടപ്പോഴാണ് റഹ്മാനിക്ക് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പടത്തിലേക്ക് എത്തിയത്. അപ്പോ അവിടുന്നാണ് എന്നെ കാസ്റ്റ് ചെയ്യണം.
എന്താ പറയാ ഇങ്ങനെ, അതായത് ഇതിനകത്ത് ബോക്സിംഗ് ഇല്ലെങ്കിലും അതിന്റെ കൂടെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് തന്ന് റഹ്മാൻ കി പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുള്ള പരിപാടിയായിട്ട് പോലും നമുക്കൊരു ഒരു പ്രിഫറൻസ് തന്ന് ആ ഫ്രെയിമിനകത്താണെങ്കിലും ജിംഷിക്കാണെങ്കിലും എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പരിപാടി ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഹാപ്പി. അതുപോലെ പടത്തിന് നല്ല റെസ്പോൺസും വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പി. ഇപ്പൊ വീട്ടുകാരൊക്കെ കണ്ട് വിളിച്ചല്ലോ, അപ്പൊ പ്രത്യേകിച്ച് അവരും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവരും ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ഫേസ് കൂടെ പോവാണല്ലോ, അപ്പൊ അവരൊക്കെ ഹാപ്പി. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി. പടത്തിലെ മെയിൻ കോമഡി പോർഷൻസ് കൈകാര്യം ചെയ്യുന്നത് ശിവ, ബേബി, കാർത്തിക് കൂടെയാണ് അല്ലേ? സന്ദീപോ? സാൻഡി അവനിപ്പോ ആക്ഷനും ഉണ്ടല്ലോ അവൻ. അടുത്തത് ലുക്കുവിന്റെ അടുത്ത് ചോദിക്കാല്ലേ, ലുക്കു ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ആൾക്കാരുടെയൊക്കെ ചെറിയ പ്രായം ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പിള്ളേരുടെയൊക്കെ ഒരു കോച്ചായിട്ട് അങ്ങനെ ഒരു റോളിലേക്ക് റെയിംക്ക് വിളിച്ചപ്പോ എന്തായിരുന്നു? അതെ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ വിശ്വസിക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് വണ്ണം കുറച്ചത് അല്ലേ? വണ്ണം കുറക്കാന്ന് വെച്ചത് കോച്ചൊക്കെ അല്ലേ വണ്ണം കുറക്കാം. ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് പിടിക്കാൻ പറ്റും, ശ്രമിച്ചു നോക്കുക, ഒന്ന് കുറച്ച് പ്രായമുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് പിടിക്കാൻ. ലുക്ക് പടത്തില് ലുക്ക് ബോക്സിങ് ചെയ്യുന്നില്ല, പക്ഷെ അതെ, പക്ഷെ ബോക്സിങ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ലുക്ക് ബോഡി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് ബോക്സിംഗ് പഠിച്ചു. കോച്ചാണ്, കോച്ച് പഠിക്കണം എന്തായാലും, കോച്ച് പഠിച്ച് പറ്റുള്ളൂ. അമീർഖാനൊക്കെ ഒരു സെക്കൻഡ് 3 സെക്കൻഡ് നേരത്തേക്കൊക്കെ ബോഡി കാണിക്കാൻ വേണ്ടിട്ട് ദങ്കലൊരു പരിപാടി ചെയ്തായിരുന്നല്ലോ, ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തത് ലുക്കിന്റെ ഒരു ജസ്റ്റ് ഒരൊറ്റ സെക്കൻഡ് കാണിക്കുന്നു. അത് ഇങ്ങനെ ഗ്രാജുവലി ആണ് സംഭവിച്ചു. ഇങ്ങനെ ഈ ആക്ച്വലി ഫസ്റ്റ് അറിയണ്ടായില്ല, കോച്ച് എന്നുള്ള പരിപാടി ഒന്നും ആദ്യം ഉണ്ടായില്ല. ആദ്യം നമ്മളെല്ലാവരും ടീം ബോക്സിംഗ് ടീം, അപ്പൊ ബോക്സിംഗ് പഠിച്ചു തുടങ്ങി. ഇത് ആദ്യം അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ ബോക്സിംഗ് ഒന്നും ചെയ്യുന്നത് കുഴപ്പമാണ്. അപ്പൊ ആ ബോക്സിംഗ് പഠിച്ചു തുടങ്ങി പകുതി എത്തി ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ വേറൊരു ക്യാരക്ടറിന് കോച്ച് പരിപാടി ഉണ്ട്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്തായാലും എനിക്ക് തോന്നുന്നു അടിപൊളിയായി. ജോഷോ ഭയങ്കര ഫേവറേറ്റ് ആയി. നമുക്ക് റിലീസ് കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു. ലുക്ക് 13 ലുക്ക് ഫസ്റ്റ് ജിമ്മിൽ വരുമ്പോൾ കോലം എനിക്കറിയാം, എനിക്കറിയാം. ജുക്കോട് ഇറങ്ങുന്ന കോലം ഓൾമോസ്റ്റ് ഒരു 13 കിലോ സിമ്പിൾ അല്ല അത്. അതിലേക്ക് എത്താന്ന് പറയാൻ കാരണം ഭയങ്കര രസമുള്ള ഒരു പരിപാടി. കാരണം ഇവൻ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ഇഞ്ചുറി ഉണ്ടെങ്കിൽ പോലും ഇവൻ ജിമ്മിൽ വരും. ഞാൻ ഇഞ്ചുറി ഇല്ലെങ്കിൽ പോലും ജിമ്മിൽ പോകാം. അപ്പൊ അവിടുന്ന് വരെ ഷിഫാസൊക്കെ വീഡിയോ ഇട്ട് തരും, കണ്ടാ ഇഞ്ചുറി ഉള്ള ആൾക്കാർ വരണുണ്ടാകുക. എന്തോ കൈമറ മെഷീനൊക്കെ വെറുതെ വീഡിയോ മാത്രം. അല്ല ആക്ച്വലി ഇവര് അത്രയും പ്രഷർ ചെയ്യുന്നുണ്ടോ. ഇപ്പൊ ഷിപ്പാസൊക്കെ രാവിലെ വിളിച്ചു എന്തായാലും എണീറ്റാ ഫുഡ് കഴിച്ചാ കഴിക്കണം. ഷിഫാസ്ക്ക് നമ്മള് ഉത്തരവില്ലാത്ത രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. ഷിഫു ആദ്യം, ഞാൻ ഷിഫുവിന്റെ അണ്ടറിലാണല്ലോ ട്രെയിൻ ചെയ്യുന്നത്. ഷിഫു ആദ്യം തന്നെ എല്ലാ ദിവസവും വിളിച്ച് ഇതൊക്കെ ചെയ്യുമായിരുന്നു. വിളിച്ച് ജിമ്മിലോ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ വരാണ്ടായി കഴിയുമ്പോൾ ഷിഫു ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് പറഞ്ഞത്, ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ പോട്ടോ പറ്റിച്ചിട്ട് കേട്ടു. ഇല്ല കറക്റ്റ് മന്തി കഴിക്കാൻ തന്നെ വിളിക്കും, കൊണ്ടുപോകും. പിന്നെ മന്തി വിളിച്ച് നന്നാവൂല. അപ്പൊ നമ്മള് ഷൂയ എന്താ സാധനത്തിന് ബീഫ് ഷൂയ ബീഫ് ഷൂ കഴിക്കാനായിട്ട് കേട്ട് എന്നെ അതിനാ വിളിക്കുന്നത്. നിങ്ങളൊക്കെ ട്രെയിനിങ്ങിൽ വിളിക്കുന്നത്. ഒന്നും സംസാരിച്ചില്ല. നന്ദനോട് എന്താ ചോദിക്കണ്ട? എന്താ ഏത് അതെ അത് ഞാൻ ചോദിച്ചപ്പോ എന്താ കുറച്ചു ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അത് ചോദിക്കില്ല, അത് വേണ്ട. വേറെ ഇത്രയും ഫ്ലെക്സിബിൾ ആയ ഇന്റർവ്യൂ ആണല്ലേ? എന്താ നമുക്ക് എന്താ സംസാരിക്കാം? അങ്ങനെ ഒരു കഥ ഇവര് പറയാൻ. ഇല്ല നമുക്ക് കുറച്ച് ആൾക്കാരെ പറ്റി സംസാരിക്കാണ്ട്. റഹീമിനെ പറ്റി സംസാരിക്കണം, ജിംഷിഖിനെ പറ്റി സംസാരിക്കണം, ജോഫിൽ കോച്ച് ഷിഫുവിനെ പറ്റി സംസാരിക്കണം.
പിന്നെ ഒരു ഐഡിയ ഷീനിഹാസ് പുള്ളിയെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. പിന്നെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അത് അതിന്റെ ഈ റിലീസിന് ശേഷം ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നല്ല ബോറാണ്. അല്ല നല്ല എന്താ പറയട്ടെ നല്ല എന്താ പറയട്ടെ നല്ല ഫണ്ണായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. എന്താ പറയാ, ഇവരുടെ ഷെഡ്യൂള് തുടങ്ങി ഞാൻ സെക്കൻഡ് ഷെഡ്യൂൾ എന്താ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ മുന്നേ അറിയാം. അപ്പം ഞാൻ ചെല്ലുമ്പോൾ വിചാരിച്ചു കുറച്ച് പണിയായിരിക്കും, എല്ലാവരായിട്ട് കമ്പനി ആവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല, സെക്കൻഡ് ഡേ തൊട്ട് തന്നെ എല്ലാവരായിട്ട് ഭയങ്കര കമ്പനിയായി. അങ്ങനെ പോരെ. റീംഖാനെ പറ്റിയും ജിംഷിഖാനെ പറ്റിയും നമുക്കൊന്നും സംസാരിക്കാം അല്ലേ? ഉറപ്പായിട്ടും ഞാൻ ഒരു പോയിന്റ് പറയാം, അത് കഴിഞ്ഞ് ഇവിടെ ഒരു പോയിന്റ് പറയും. അങ്ങനെ നല്ല പോയിന്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ റഹ്മാനിക്ക അടിപൊളിയായിട്ട് വിഷനുള്ള ഒരാളാണ്. നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് ചിന്തിച്ച ഔട്ടായിരുന്നില്ല. ഓക്കെ, ഈ സീൻ ഇങ്ങനെ ആയല്ലേ എന്ന് അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് നല്ലൊരു വിഷൻ ഉള്ള ഒരു ഡയറക്ടറാണ്. 1 point ആണ്. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് പടം കണ്ടിറങ്ങിയിട്ടല്ല ഞാനത് ആലോചിച്ചായിരുന്നു. ഞാനിപ്പോഴാ പടം മൊത്തം കാണുന്നത്. അപ്പൊ തന്നെ എനിക്ക് ആളുടെ വിഷൻ ഇതായിരുന്നല്ലേ എന്നുള്ള റിയാലിറ്റി അത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്. 1 of the point. യെസ്. അത് കൂട്ടിച്ചേർത്താം. അതുകൂടാണ്ട് നമ്മളെ ആർട്ടിസ്റ്റിനെ എങ്ങനെ എന്താ ആളുടെ ഔട്ട് എങ്ങനെ വരുത്തണം എന്നറിയുന്ന പ്രോപ്പർ ഒരു ഡയറക്ടറാണ്. അത് ആദ്യം തൊട്ടേ ഫ്രം ദ ട്രെയിനിങ് മൊമെന്റ് റിയലൈസ് ചെയ്തൊരു കാര്യം. ഭയങ്കര പറഞ്ഞിട്ടുണ്ട് റഹീംഖാൻ ആർട്ടിസ്റ്റിനെ പുള്ളിയുടെ വട്ടത്തിലെ എടുത്തുചാട്ടക്കാരനാണെങ്കിലും മൈക്ക് അഹങ്കാരി പക്ഷെ നന്മയുള്ളവനാണ്. അതൊന്നുകൂടെ പറയണോ? അത് വേണ്ട, ആ ഡയലോഗ് തെറ്റിപ്പോയി. അല്ല അതിവിടെ ഷൂട്ടിംഗ് മറ്റേ ഷൂട്ടിംഗ് അല്ലേ? അത് കട്ടി ജിംഷിഖാനെ പറ്റി പറഞ്ഞു. അങ്ങനെ വെറൈറ്റി സ്റ്റെർലി എനിക്ക് ഇങ്ങനത്തെ ഒരു സെറ്റിങ് കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. എന്റെ ഫസ്റ്റ് ജേണി തന്നെ പറയുമ്പോ നീ ഇത്ര പാവല്ലോ. നീ സീരിയല് മതിയാക്കി. നിന്റെ ഒറിജിനൽ ഫേസിലേക്ക് മൂപ്പർക്ക് അറിയാം എന്താ ചെയ്യണ്ടേ, എവിടെ ഷോട്ട് വയ്ക്കണം എന്ന്. എന്നുവെച്ചാൽ എനിക്ക് റിങ്ങിന്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവിലാണ് ആള് ശ്രദ്ധിച്ച് ക്യാമറ വെക്കണ്ടൊക്കെ. ഈവൻ ഞാൻ അടിക്കുമ്പോൾ ക്യാമറ ടച്ച് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. ഫുൾ ആംഗിൾസ് മൂപ്പര കയ്യിലാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കും നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. മൂപ്പര് പിന്നെ വെക്കുന്നത് പക്കയായിട്ട്. എനിക്ക് അധികം ഷോട്ടുകളൊന്നും പോയില്ല, പക്ഷെ ചിലതിനൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഷോട്ടുകളൊക്കെ ടപ്പേന്ന് വെച്ച് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ ജിംഷിഖ ഒരു മാസ്റ്റർ തന്നെയാണ് ആ ഒരു സിനിമ. ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ? ഇല്ല, എനിക്ക് ഞാൻ ഭയങ്കര എൻ്റെ കുറച്ച് കാര്യങ്ങളിൽ സുഹൃത്തുക്കൾക്ക് അറിയാം ഇൻസെക്യൂർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫ്രെയിം വെക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും അത് കറക്റ്റായിട്ട് വരുമോ, അത് എൻ്റെ മനസ്സിലും കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. രണ്ടുപേരും, നോട്ട് ജസ്റ്റ് റഹ്മാനിക്ക ജിംഷിഖ, രണ്ടുപേർക്കും അത് വളരെ ക്ലിയർ ആയിട്ട് എന്നേലും ബെറ്റർ ആയിട്ട് എൻ്റെ ഫ്രെയിം ഏതാ നല്ലത്, ഏത് രീതിയിലായിരിക്കും എനിക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞ് വെക്കുന്നവരാണ്. അപ്പോൾ അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞ പുച്ഛിച്ച് തള്ളിയിട്ടാണ് പറഞ്ഞത് കാണ് ഷോർട്ട് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. അല്ല ചന്തു, ഇവിടെ റഹ്മാനെ കുറിച്ച് ഇനി വേറെ ഒരു പുതുമയുള്ള റഹ്മാൻഖാനെ കുറിച്ചിട്ട് ബ്ലസ്സിനെ പറ്റി സംസാരിക്കാം. ബ്ലസ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പൊ അവിടെ റഹ്മാൻഖാടെ ഒരു കൈ, അതായത് ആളുടെ ഒരു കോൺഫിഡൻസ് ആണ് ബ്ലസ്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്ത് എന്നുള്ളത്.
ബസ്സിനൊട്ടും മോശം അവനക്കൊരു ഇത് ഫീൽ ചെയ്യാതെ എടുത്ത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒബ്സർവേഷനായിട്ട് ഭയങ്കര കേപ്പബിളാണ്. അതേപോലെ ഫീലിങ്സ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ സെയിം ഗ്രാഫിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളാണ്. ഭയങ്കര അങ്ങോട്ടും താഴേക്കും എക്സ്പ്രസ് ചെയ്യാതെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സാധനം കീപ്പ് ചെയ്യുന്ന. ഇപ്പോൾ ഈ ക്യാരക്ടർ ജിംഖാനൊക്കെ ഇവിടെ വന്നവള് ജിംഖാന പടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ജിംഖാനയിലാണെങ്കിലും ഞാൻ ചെന്ന് കയറിയപ്പോൾ എൻ്റെ ആ ഒരു ലുക്ക് വൈസ് ഉള്ളൊരു മറ്റേ ആക്സറീസും പരിപാടിയാണെങ്കിലും പടത്തിലൊരു കണ്ടിന്യൂ ആ ഒരു ഇതിൽ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു വാച്ച് വട്ടവർ വാച്ചാണെങ്കിലും കണ്ണാട മാലയാണെങ്കിലും അങ്ങനത്തെ ഒരു സാധനമൊക്കെ നമ്മൾ ക്യാരക്ടർ ഒബ്സർവ് ചെയ്ത് പരിപാടി പിടിച്ചു. അപ്പോൾ നല്ല പിന്നെ ജിംഷിക്കാണെങ്കിലും ആളുടെ ഒരു സൈഡ് ഇപ്പോൾ ഈ ലൈറ്റ് പരിപാടി അതൊക്കെ ആളുടെ രീതിയിൽ ഇതിങ്ങനെ പരിപാടി എടുക്കാം, ഇങ്ങനെ എടുക്കാം. ആ ഒരു ക്രിയേറ്റീവ് തോട്ട് ആളുടെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് പടത്തിനെ. രണ്ടാളും അടിപൊളിയാണ് സത്യം. അതന്നെ എനിക്കെന്താന്ന് വെച്ചാൽ ജിംഷിഖാൻ റഹ്മാൻ ഖാനൊക്കെ കുറച്ച് സമയമായിട്ട് അറിയാം. ഉണ്ടാണെങ്കിലും തല്ലുമാരാണെങ്കിലും ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് വരെ. പക്ഷെ എന്നാലും നമ്മളെപ്പോഴും ഒരാളായിട്ട് കൂടുതൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറയുമല്ലോ സാധാരണ. പക്ഷെ എന്നിട്ട് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇയാൾ എന്തൊരു മനുഷ്യനാണല്ലേ. ഇൻ ദ സെൻസ് നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. തല്ലുമലയെന്നും ഭയങ്കര വേറൊരു തരം ഇത് കിട്ടി. ഇപ്പൊ ഇത് ഈ പടം കഴിഞ്ഞപ്പോ അയ്യോ ഈ പടം ഇങ്ങനെ ആയിരുന്നല്ലേ, പറഞ്ഞ പോലെ അല്ലല്ലോ ഇത് വേറെ പരിപാടിയാണ്. നമുക്കൊരു റീംകിയുടെ പടമാണ്, അയാളാണ് മെയിൻ സ്റ്റാർ അതിനകത്ത്. ഉറപ്പല്ലോ റഹീംക മൂസിം ബരാരി ഇപ്പുറത്ത് വരുമ്പോ അത് വേറെ. അപ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആവണം, ഇയാൾ ഇത് ഈ രീതിയിലാണ് എടുത്തത്. അത് ആ രണ്ടുപേരും രണ്ടുപേരുള്ള ആ റാപ്പ് ഭയങ്കര രസമാണ്. അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ചെയ്യുന്നവർക്ക്. ഞാൻ മാത്രമായിട്ട് കോച്ചിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇപ്പൊ ഷിഫുവിനെ പറ്റി പറഞ്ഞു. ഷിഫു ഷൂട്ടിംഗ് സമയത്ത് എന്നെ ഞങ്ങളെല്ലാവരും ട്രെയിൻ ഈ ഷൂട്ട് നടക്കുന്ന പാരലലി തന്നെ ഞങ്ങൾ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ കോച്ചിലേക്ക് വരുമ്പോ എനിക്ക് ആദ്യം തന്നെ പറയേണ്ടത്, എനിക്ക് എന്റെ ട്രെയിനർ ഉണ്ട് വെയിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ അജിത്തേട്ടന്റെ കൂടെയാണ്, പൃഥ്വിരാജിന്റെ ഒക്കെ ട്രെയിനർ ആയിരുന്നു പുള്ളി. അല്ല ഞാനത് അജിത്തേട്ടൻ വഴിയാണ് ഞാൻ ജോഫിൽ കോച്ചിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അജിത്തേട്ടന് എനിക്ക് ജോഫിൽ കോച്ചിനെ പരിചയപ്പെടുത്തി തന്നില്ലായിരുന്നു ഞാൻ ഞങ്ങൾ മീറ്റ് ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു. അപ്പോൾ എനിക്ക് അജിത്തേട്ടനെ പറ്റി ആദ്യം പറയണം. വർക്കൗട്ട് കാര്യങ്ങളും എല്ലാം എൻ്റെ ഈ ഷൂട്ടിന് മുമ്പായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അജിത്തേട്ടനായിരുന്നു. പിന്നെ ജോഫിൽ കോച്ചാണ് ഞങ്ങളെ പടത്തിലെല്ലാം ട്രെയിൻ ചെയ്തതും ബോക്സിംഗ് ട്രെയിനിങ്ങും ബാക്കി ഫൈറ്റ് കൊറിയോ എല്ലാം ചെയ്തതും. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഭയങ്കര കാമായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കര സ്കില്ലുള്ള, എന്താ പറയുക, ക്ഷമ ഞാൻ ഭയങ്കര സമ്മതിച്ച് കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേര് ട്രെയിൻ ചെയ്യാതും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രെയിൻ ചെയ്ത് അവരെ ഒരു പ്രോ ബോക്സേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളത് അത് ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. അപ്പോൾ അത് പുള്ളി ഭയങ്കര ഇതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പടത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് പുള്ളി റിലീസിൻ്റെ ദിവസം വരെ. അതിൻ്റെ പ്രപ്പ് മുതൽ അതിൻ്റെ ജോഫിൽ ഒരിക്കലും ഒരു കൊറിയോഗ്രാഫർ അല്ല. അപ്പൊ എനിക്ക് പുള്ളി പല സമയത്ത് ഇങ്ങനെ നിൽക്കുക, പുള്ളി നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്യണം. ഇത് കൊറിയോഗ്രാഫി കോച്ച് എന്ത് പറ്റി പുള്ളിയുടെ ഒരു പടത്തിന്റെ മൊത്തം കൊറിയോഗ്രാഫി പുള്ളിയുടെ തലയിലാണ്. സെക്കൻഡ് ഹാഫ് നമുക്ക് കാണുമ്പോൾ ഇത്രയും കോമ്പറ്റീഷൻ പുള്ളി ഒറ്റയ്ക്ക് അത് കൊറിയോഗ്രാഫി. കാരണം പിന്നെ ഫസ്റ്റ് പടം അത് ലൈക്ക് ഒരു ഭയങ്കര അപ്രീഷിയേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ജോഫിൽ. അപ്പൊ 2 വർഷമായില്ലേ മഞ്ഞുമല്ലിന്? ഗ്യാപ്പില് മഞ്ഞുമല്ല എടുത്തിരുന്നേ. ചെന്നൈയില് നമ്മളെ SRM കോളേജില് ഇനോഗ്രേഷൻ ആയപ്പോഴത്തേക്ക് നമുക്ക് പാർക്കിലായിരുന്നു ഹോട്ടല്. നമ്മളെല്ലാരും വരികയായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ ബെഡ്റൂമിൽ വെൽക്കം മഞ്ഞുമ്പോൾ പേപ്പറിൽ കെട്ടിരുന്നു. ഇതല്ല ഞാൻ പ്രേമനും
അതൊന്നും ചർച്ചയെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഞാനിതൊന്നും പറഞ്ഞോട്ടേന്ന്. ആൾക്കാരോട് ആദ്യം തന്നെ കഴിഞ്ഞ ഇതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 22 ഞാനും റഹീംകയും തിയേറ്ററിൽ ഇതുപോലെ നിന്നിട്ടാണ് മഞ്ഞമ്മല് കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും അപ്പുറം നിന്നിട്ട് ഫുൾ സിനിമ, ഈ ജിങ്കാനെ ആലപ്പുഴ ജിങ്കാനയും അതുപോലെ തന്നെയാണ് ഞങ്ങള്. ഞാനും റഹീംകയും റഹീംക്ക് അപ്പുറം നിൽക്കുന്നു, ഞാൻ ഇപ്പുറം നിൽക്കുന്നു. അപ്പൊ മഞ്ഞുമല് പോലെ മഞ്ഞുമലിന്റെ മുകളിലോ ഒരു വലിയ ഹിറ്റായിട്ട് ആലപ്പുഴ ജിങ്കാന മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, ഞാൻ അപ്പുറത്ത് വല കെട്ടിട്ടേ ഞങ്ങൾക്ക് നിന്നോടും ഒരു മടിയും കൂടാതെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ ഇന്നലെ ചന്തു നമ്മുടെ ആങ്കറായിട്ട് നിൽക്കുന്നത് റഹ്മാനിക്കാണ് പറഞ്ഞത്. ആ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷന്റെ പുറത്താണ് ചന്തു നമുക്ക് വേണ്ടി ചെയ്തത്. ഇത് ഞാൻ കാശ് വേണ്ടി ചെയ്തതല്ല. കാരണം നിങ്ങളിനി കാശ് വാങ്ങിച്ചിട്ട് ഓക്കെ.